നമസ്കാരം. ഗവൺമെൻറ് ജോബ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കുന്നത് 03/2024 എന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. 30/7/2024 ഈ പ്രസ്തുത നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപ്രകാരം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വിളിച്ചിരിക്കുന്ന എക്സാമുകൾ പ്രധാനമായും ജൂനിയർ എഞ്ചിനീയറും അതേപോലെ കെമിക്കൽ സൂപ്പർവൈസറുമാണ്. ജൂനിയർ എഞ്ചിനീയർ കൂടാതെ ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻറ്റ് ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയ്ക്ക് 35,400 രൂപ അടിസ്ഥാന ശമ്പളവും, കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന തസ്തികയ്ക്ക് 44,900 രൂപയുമാണ് അടിസ്ഥാന ശമ്പളമായി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ റെയിൽവേ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് അടിസ്ഥാന ശമ്പളമാണ്. ഇത് കൂടാതെ എല്ലാവിധ അലവൻസും വരുന്നതാണ്. ഇനി ഓരോ തസ്തികയുടെയും ഏജ് ലിമിറ്റും അതേപോലെ ഒഴിവുകളും പരിശോധിക്കാം. ജൂനിയർ എഞ്ചിനീയർ തസ്തികയ്ക്കും കെമിക്കൽ സൂപ്പർവൈസർ തസ്തികയ്ക്കും ഒരേപോലെ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാധാരണയായി റെയിൽവേ 33 വയസ്സ് വരെയാണ് പരീക്ഷ അപ്പർ ലിമിറ്റ് ഏജ് പറയാറുള്ളത്. ഇത്തവണ കൊറോണയുമായി ബന്ധപ്പെട്ട് 3 വർഷം അധികം അനുവദിച്ചിട്ടുണ്ട്. കെമിക്കൽ സൂപ്പർവൈസർ ഈ തസ്തികയ്ക്ക് 17 ഒഴിവുകളും അതേപോലെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയ്ക്ക് 7,934 ഒഴിവുകളുമാണ് ആകെയുള്ളത്. കെമിക്കൽ സൂപ്പർവൈസറി തസ്തികയിലെ 17 ഒഴിവുകളും ഗോരഖ്പൂർ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ വരുന്നതാണ്. എന്നാൽ ജൂനിയർ എഞ്ചിനീയർ തസ്തികയുടെ 7,934 ഒഴിവുകൾ ഇന്ത്യയിലുള്ള എല്ലാ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെയും ചേർന്ന് ഉള്ള ആകെ ഒഴിവുകളാണ്. പിന്നെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/1/2025 36 വയസ്സ് കവിയാതിരിക്കുക എന്നാണ് അപ്പർ ലിമിറ്റ് വരുന്നത്. അർഹരായ റിസർവേഷൻ വിഭാഗങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റിൽ അനുവദനീയമായ ഇളവുകൾ ലഭ്യമാണ്. ഓരോ റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കും അതേപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അർഹമായ അപ്പർ ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അതിനെ തുടർന്ന് വരുന്ന റിസൾട്ടിൽ അർഹരായവർക്ക് രണ്ടാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും നടത്തുകയും ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതേപോലെ മെഡിക്കൽ എക്സാമിനേഷനും ശേഷം അർഹരായ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമാണ്. ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ എലിജിബിൾ ആവുന്ന കാൻഡിഡേറ്റ്സിനെ കൃത്യമായി മൊബൈലിലൂടെ SMS ആയും ഇമെയിൽ വഴിയും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിവരങ്ങൾ അറിയിക്കുന്നതാണ്. ഒരു കാരണവശാലും ഫിസിക്കൽ ലെറ്ററുകൾ പ്രതീക്ഷിക്കരുത്. ഫിസിക്കൽ ലെറ്ററുകൾ അയക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി നോട്ടിഫിക്കേഷനിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഹോൾ ടിക്കറ്റ് അതേപോലെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ വിവരങ്ങൾ എന്നിവയും SMS ആയി ലഭിക്കുന്നതാണ്. ഹോൾ ടിക്കറ്റ് അവനവൻ്റെ പ്രൊഫൈലിൽ കയറി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ID അതേപോലെ മൊബൈൽ നമ്പർ എന്നിവ കൃത്യമായി ലഭ്യമായ നമ്പറുകളാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം മൊബൈൽ നമ്പറിലോട്ടും അതേപോലെ ഇമെയിലോട്ടുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കാറ്റഗറിയിൽ വരുന്ന തസ്തികകളാണ് ജൂനിയർ എഞ്ചിനീയറിൻ്റെ കീഴിൽ വരുന്നത്. ഒരുവിധം എല്ലാവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ബിരുദധാരികൾക്ക് ഈ തസ്തികയിൽ അഥവാ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള അടുത്ത തസ്തികയായ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർക്ക് അർഹമായ യോഗ്യതയായി കണക്കാക്കുന്നത് കെമിക്കൽ ടെക്നോളജിയിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ്, അതുകൂടാതെ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആ മെറ്റലർജിക്കൽ വിഭാഗത്തിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് എന്നിവയാണ്. വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ വെബ്സൈറ്റുകളാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. മലയാളി എന്ന നിലക്ക് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡായിരിക്കും ആപ്റ്റായിരിക്കുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നിരുന്നാലും പലരും ചെന്നൈ അതേപോലെ ബാംഗ്ലൂർ അതുപോലെ മറ്റു പല റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ
കീഴിലും അപേക്ഷ നൽകാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തി ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ മാത്രമേ ഈ തസ്തികയിൽ അപേക്ഷ നൽകാൻ പാടുള്ളൂ. അത് കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം ഒന്നിലധികം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുടെ കീഴിൽ അപേക്ഷ നൽകുന്ന പക്ഷം എല്ലാ അപേക്ഷയും അസാധുവാക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അപേക്ഷ നൽകുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ കീഴിൽ പരീക്ഷ നടത്തുന്നതും അതേ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന സ്ഥലങ്ങളിലായിരിക്കും. അഹമ്മദാബാദ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ കീഴിൽ അപേക്ഷ നൽകുന്ന പക്ഷം നടക്കുന്ന പരീക്ഷാ സെൻറ്ററുകളും അതേ അഹമ്മദാബാദ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കീഴിൽ വരുന്ന സെൻറ്ററുകളായിരിക്കും. അവനവൻ്റെ അടുത്ത് സെൻറ്റർ കിട്ടുന്ന രൂപത്തിൽ മാത്രം അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസ് 500 രൂപയാണ് എല്ലാ ജനറൽ വിഭാഗങ്ങൾക്കും. അതിൽ 400 രൂപ ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതുന്ന പക്ഷം റീഫണ്ട് ലഭിക്കുന്നതാണ്. SC, ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ് എന്നീ വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് 250 രൂപയാണ്. ഒന്നാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതുന്ന പക്ഷം ആ 250 രൂപ മുഴുവനായി തന്നെ റീഫണ്ട് ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം RRBയുടെ കീഴിൽ മാത്രം 3575 ഒഴിവുകൾ ലഭ്യമാണ്. അതും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ മാത്രം. കൂടാതെ റിസർവേഷൻ കമ്മ്യൂണിറ്റികൾക്ക് സെപ്പറേറ്റ് ഒഴിവുകൾ വേറെ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തിരുവനന്തപുരം റീജിയൺ ആയിട്ടുള്ള RRBയുടെ വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഔദ്യോഗിക നോട്ടിഫിക്കേഷനും അതേപോലെ കൂടുതൽ വിവരങ്ങൾക്കും ഈ സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ കൂടാതെ RRB തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് എന്നിവ ഡിസ്ക്രിപ്ഷനിലും ലഭ്യമാണ്. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ആഗസ്റ്റ് 29 വിവിധ സർക്കാർ ജോലികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.